ഇതിൻ്റെ പുതിയ വീഡിയോയ്ക്ക് മച്ചന്മാർക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നോമ്പൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. സലാഡ് അരിക്കുക കേട്ടോ. പോയിട്ട് നമുക്ക് ചെറിയ ചെറിയ പണികൾ നമ്മളൊക്കെ ചെയ്യും. അപ്പോൾ അവരവിടെ മാമി ഉമ്മയും കൂടിയിട്ട് ചപ്പാത്തി അതുപോലെ തന്നെ ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയിട്ട് അടുക്കളയിൽ പോയിട്ട് നമുക്ക് സലാഡ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പച്ചക്കറിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് കഴുകാം കേട്ടോ. പോയിട്ട് എന്താ പച്ചക്കറിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊക്കെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ മുളപ്പിച്ച പയർ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇതെന്തായാലും നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കത് ഇങ്ങനെ നീളത്തിൽ അരിയാട്ടോ. ഉള്ളിലൊക്കെ ആക്കുന്ന സംഭവമല്ലേ, ഇതിനാട്ടോ നമ്മൾ ആക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല സ്ലൈസ് ആയിട്ട് വരും കേട്ടോ. ഇങ്ങനെ വരും കേട്ടോ. എന്താ ഇപ്പോൾ ഗൈസ് ഇനി ഉണ്ടല്ലോ 3 കൂടെ ഉണ്ട് കേട്ടോ. ഇതുകൂടി ഇതേപോലെ ആക്കിയെടുക്കണം കേട്ടോ. സ്ലൈസ് ആയിട്ട് ഇങ്ങനെ വന്നിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഫ്രൂട്ട്സൊക്കെ ഫസ്റ്റ് നോമ്പിൽ ഇതിപ്പോൾ 2ാമത്തെ നോമ്പ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നോമ്പിൽ ഇത് ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് തീരെ ചിലവായി ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അത് ഇങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ ഇത് നല്ല ചിലവായിട്ടോ. അപ്പോൾ ഇതാട്ടോ നല്ലത്. ഇത് നല്ല കലോറിക്കുള്ളതല്ലേ. അപ്പോൾ ഇത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മറ്റേ സലാഡ് പോലെ പയറും ഇതൊക്കെ മുളപ്പിച്ച് പയറൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ഉണ്ടാക്കണേ. അപ്പോൾ ഇത് നമ്മൾ ഇതിലിങ്ങനെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചെയ്യുക, നല്ല സ്ലൈസ് ആയിട്ട് വരും. മുളപ്പിച്ച പയറ് നമ്മൾ ഇതിലിടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയും അരിഞ്ഞു കേട്ടോ. ഇനി 2 കൂടി ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ വരുന്നുണ്ടെന്ന്. അപ്പോൾ അത് സാങ്കേതിക തകരാറ് കൊണ്ട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനുള്ള കുറച്ച് സാധനം റെഡിയാക്കി എടുക്കാണ്ട്. അപ്പോൾ അതെന്തായാലും കിട്ടില്ല വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ കുക്കമ്പർ അരിയൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇറക്കണില്ല കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഇതിപ്പോൾ 2 അതാ ഇവിടെ കുക്കമ്പർ പീൽ ചെയ്തിട്ടിട്ടുണ്ട്. ഈ സാധനം ഉണ്ടല്ലോ, എൻ്റെ കൂടെ കുറേ സാധനം ഇങ്ങനത്തെ പീൽ ചെയ്ത സാധനമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു നല്ല അടിപൊളി സംഭവമാണ് ഇതുണ്ടോ. ഇത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും. നല്ല അടിപൊളിയായിട്ട് വരും. വേറെ ഏത് പീലർ കൊണ്ട് അങ്ങനെ ആക്കിയാലും അതേപോലെ വരില്ല കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് പറഞ്ഞ പണി കഴിഞ്ഞിട്ട് വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നിസ്കരിച്ചിട്ട് ബാക്കി പരിപാടി നോക്കും. ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് ലെവലാക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് നിസ്കരിക്കാൻ പോവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാങ്ക് കൊടുത്തിട്ടുള്ളൂ. ഇതൊന്ന് പീൽ ചെയ്തിട്ട് നമ്മൾ എന്തായാലും നിസ്കരിക്കാൻ പോകും കേട്ടോ. അപ്പോൾ ഗൈസ് നോക്കൂ, നമ്മളുണ്ടല്ലോ ഈ സാധനം ഈ കുക്കമ്പറല്ല ക്യാരറ്റ് നമ്മൾ ഇങ്ങനെ സ്ലൈസ് ആക്കിക്കൊണ്ട് കണ്ടോ. ഇതാ നല്ല രസമായിട്ടാണ്, നല്ല കളറായില്ലേ. നമുക്ക് എല്ലാതും ഇതേപോലെയാണ് ആക്കിയെടുക്കണം. സലാഡ് അരിയിൽ കഴിഞ്ഞു കേട്ടോ. ഇനി അതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് അതിൽ ബീട്രൂട്ട് ചേർത്തു കേട്ടോ. അത് നമ്മൾ അതിൽ വീഡിയോയിൽ കാണിച്ചില്ല. അപ്പോൾ അത് നമ്മൾ ബീട്രൂട്ട് അതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് നമ്മൾ നോമ്പറക്കണ സമയത്ത് കഴിക്കണ സമയത്ത് നമ്മൾ അതിൽ ഉപ്പും സുർക്ക നമുക്ക് ഇഷ്ടമുള്ളത് ഒഴിക്കുക കേട്ടോ. നമ്മൾ ഇവിടെ നാരങ്ങ കുറച്ച് ഉപ്പും അതിൻ്റെ കുറച്ച് സുർക്കാണ് ഒഴിക്കുന്നത്. ചിലർക്ക് തൈരൊക്കെ ഒഴിക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. നമ്മൾ അങ്ങനെയല്ല ചെയ്യണേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ ചെയ്യണേ. ഇനി എന്തായാലും നിസ്കരിക്കാൻ പോകണം കേട്ടോ. ഇനി മാങ്ങ ജ്യൂസ് അടിക്കണം കേട്ടോ. മാങ്ങ ജ്യൂസ് ഞങ്ങൾ മുമ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും മാങ്ങ ജ്യൂസ് അടിക്കണം കേട്ടോ. മാങ്ങ പൊട്ടിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മാങ്ങ ജ്യൂസ് അടിക്കാൻ പോകാം. ഈ മാങ്ങ ജ്യൂസ് അടിക്കാൻ പോകാം കേട്ടോ.
അപ്പോൾ ഫ്രണ്ട്സ് ജാർ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചായിട്ട് മാങ്ങ ഇടാം കേട്ടോ. ഇത്ര മതി. ഇനി നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കാം. ഇത്ര മതി. ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അത് മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാം. നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് ഇനി കുറച്ചും കൂടി നമുക്ക് ഇടാം കേട്ടോ. ഇത് മൊത്തം നമുക്ക് ഇതിലോട്ട് ഇടാം. നമുക്കിത് മൊത്തം ഇതിലൊക്കെ ഇട്ടിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. നമ്മൾ ഈ മാങ്ങയുടെ ഒപ്പം നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കുറച്ച് ഏലക്കും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കത് ഒക്കെ കൂടി ഇത് ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇനി കുറച്ച് ഇങ്ങനെ ഇട്ട് ഇത് നമുക്ക് നേരെ ഈ പഞ്ചസാര ഇട്ടത് പഞ്ഞത്തിന് വേണ്ടി നമ്മളെ വേണ്ട. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഒന്നാലാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അരിപ്പപ്പാത്രം വെച്ച് ഇങ്ങനെ അരിച്ചെടുക്കാം കേട്ടോ. ഇതിങ്ങനെ അരിച്ചെടുക്കുക. ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കുക കേട്ടോ. നമ്മൾ ഏലക്കയും അതുപോലെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇഞ്ചി പിന്നെ അരിഞ്ഞ് ചിലപ്പോൾ പോകും. അപ്പോൾ ഏലക്ക ഇതൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെ കാണും കേട്ടോ. അപ്പോൾ ഗൈസ് ഇനി പാത്തുടാറിന് ഞാൻ കേട്ടോ ചെയ്യാൻ പോണത്. നല്ല പോലെ ആക്ക് സൈഡിലാക്കാതെ കളയില്ല കേട്ടോ. ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നല്ല അടിപൊളി ബീഫ് ഇതാ തിളച്ചോണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇത്രയും സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നമ്മളൊരു ഷീറ്റിൽ നമ്മൾ നല്ലപോലെ ആക്കിയിട്ട് നല്ലതായിട്ട് ചേർത്തൊരു ഫില്ലിങ്സാണ് കേട്ടോ. ഇത് ഫില്ലിങ്സാണ്. അതിൽ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് അതേപോലെ പൊടികളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയൊരു ഫില്ലിങ്സാണ് കേട്ടോ അത്. അപ്പോൾ ആ ഫില്ലിങ്സ് അതിലേക്ക് നിറച്ചിട്ട് അതിൽ നമുക്ക് ആ മൈദേൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമുക്കതിൽ നല്ലപോലെ ചേർത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കവർ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നല്ല കവർ ചെയ്തില്ലെങ്കിൽ എണ്ണ നല്ല കുടിക്കും, സൈഡിൽ കൂടെ ഒക്കെ കുടിക്കും. ഒരു ഗ്യാപ്പ് പോലെ ഇല്ലാതെ നല്ലപോലെ തന്നെ അതാക്കിയെടുക്കുക കേട്ടോ. നോമ്പ് വേണ്ടിയിട്ട് എന്തൊക്കെ സ്പെഷ്യൽ കാണിച്ചു തരാം കേട്ടോ. സമൂസ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ബീഫ് സമൂസയാണ്. ഇത് ചപ്പാത്തി. അപ്പോൾ തന്നെ ഇത് പുറത്തുനിന്ന് കാണിച്ചതാണ് കേട്ടോ. സമൂസ, മുട്ട ബജി ഉണ്ട്, അതുപോലെ കായ ബജി, മുളക് ബജി, പിന്നെ ബീഫ് കറി ഉണ്ട് കേട്ടോ. അതുപോലെ ചിക്കൻ കറി ഉണ്ട്. ഇത് നമ്മുടെ സലാഡ് ഇട്ടോ. നമ്മുടെ പയറൊക്കെ ഇട്ടു കേട്ടോ. മുളപ്പിച്ച പയറുകളൊക്കെ ഇട്ടു വേണ്ട. മുളപ്പിച്ച പയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി ഉള്ളൂ കേട്ടോ വാങ്ങി കൊടുക്കാൻ. കൊടുത്തു കേട്ടോ. ഇനി മുളക് ബജി കേട്ടോ. നമുക്കിനി സമൂസ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അടിപൊളി സാധനം.
ഇപ്പോൾ സമയം 8:05 നമുക്ക് എന്തായാലും ഇനി ഫുഡ് കഴിക്കാം കേട്ടോ. അവിടെ ഫുഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇനി ഫുഡ് കഴിക്കാം കേട്ടോ. കറിയുണ്ട്, ചിക്കൻ്റെ കഷ്ണം പിടിച്ചിട്ട് തിന്നാം. കറി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി കുറച്ചൊന്ന് തട്ടിപോലെ ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. കറി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ തുടർന്ന് നോമ്പ് തുറ വീഡിയോസ് നമ്മൾ എന്തായാലും ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ഫോളോ ചെയ്യുക. എന്തായാലും ഞാൻ അടിയിൽ കൊടുത്തേക്കാം കേട്ടോ. അടിയിൽ എന്തായാലും ഇൻസ്റ്റാഗ്രാം ഐ ഡിയുടെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ എഴുതുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.